ഹായ്. നമ്മളിൽ പലരും ലൈഫിൻ്റെ പല ഘട്ടങ്ങളിലായിട്ട് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് പ്ലാൻ ചെയ്തവരായിരിക്കും, അല്ലെങ്കിൽ ചെറിയ രീതിയിലൊക്കെ ബിസിനസ് ചെയ്ത് പൊട്ടിപ്പോയവരൊക്കെ ആയിരിക്കും. അപ്പോൾ നമ്മുടെ ഡാറ്റകളൊക്കെ അനുസരിച്ചിട്ട് ഒരു ബിസിനസ് തുടങ്ങി അതിൻ്റെ ഫസ്റ്റ് ഇയറിൽ തന്നെ 90% ബിസിനസ്സും പൂട്ടിപ്പോകുന്നു എന്നാണ് കണക്കുകൾ പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു മെയിൻ കാരണം എന്ന് പറയുന്നത് ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു ബിസിനസ് ഫോർകാസ്റ്റിങ്ങോ അതൊരു വിഷനില്ലാത്തതോ ഒക്കെയാണ്. അതായത് വെറുതെ കുറേ പൈസയും അതായത് കുറച്ച് ഇൻവെസ്റ്റ്മെൻറ്റും നമ്മുടെ ടൈമൊക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഒരു ബിസിനസ് അവിടെ തുടങ്ങുക, എന്നിട്ട് അത് പ്രോപ്പറായിട്ട് മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റാത്തത് കൊണ്ടാണ് അത് പൊട്ടിപ്പോകുന്നത്. നമ്മൾ പ്രതീക്ഷിച്ച രീതിയിൽ അതിന് റിട്ടേൺസ് ഇല്ലാണ്ടിരിക്കുക, എക്സ്പെൻസ് വേണ്ടാത്ത രീതിയിൽ കൂടുക, അതൊക്കെയാണ് ഒരു ബിസിനസ് ഫെയിലാവാനുള്ള കാരണങ്ങളായിട്ട് പറയപ്പെടുന്നത്. അപ്പോൾ ഇതൊക്കെ നമുക്ക് മുന്നേ ഫോർകാസ്റ്റ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അതായത് ആ ബിസിനസ്സിൻ്റെ ബ്രേക്ക് ഇവൻ പോയിൻ്റ് എപ്പോഴാണ് എന്നൊക്കെ മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ചിട്ട് ആ ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യുക, അത് പിന്നെ റീഇൻവെസ്റ്റ് ചെയ്യുക, അത് ഗ്രോ ചെയ്ത് കൊണ്ടുവരിക എന്നുള്ളതൊക്കെയാണ്. അപ്പോൾ അതൊരു ബിസിനസ്സിൻ്റെ ഫ്യൂച്ചർ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാവുന്ന ഒരു മെത്തേഡ് ഞാൻ നിങ്ങൾക്കിവിടെ പരിചയപ്പെടുത്തി തരാം. സിമ്പിളാണ്. അപ്പോൾ നമ്മളിവിടെ ഫോർ എക്സാമ്പിൾ ഒരു റെസ്റ്റോറൻറ്റ് ബിസിനസ്സാണ് എക്സാമ്പിളായിട്ട് എടുക്കുന്നത്. ഇതിൽ ജസ്റ്റ് ഒരു ഗൂഗിൾ ഷീറ്റാണ്. ഇതിൽ 3 കോമ്പണൻസ് വരുന്നുണ്ട്: ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ്, പിന്നെ ഫൈനാൻസ്, പിന്നെ അതേപോലെ സ്റ്റാഫിങ്, സാലറി. അപ്പോൾ ഇതിൽ ഫസ്റ്റ് വരുന്നത് ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. ഇത് റെസ്റ്റോറൻറ്റ് ബിസിനസ്സാണ്, ഇതിലുള്ള എക്സ്പെൻസസ് ആണ് വരുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ വേറെ ബിസിനസ്സാണ് നിങ്ങളുടെ പ്ലാനെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഇതിൽ വരും. അപ്പോൾ അതിന് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു ഓഫീസ് കൈൻഡ് ഓഫ് ബിസിനസ് ആണെങ്കിൽ ഓഫീസിക്ക് ആവശ്യമായിട്ടുള്ള ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ്, ഓഫീസിൻ്റെ റിനോവേഷൻ, പിന്നെ പ്ലംബിങ്, വയറിങ്, അത്തരത്തിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റൊക്കെ ഇതിൽ നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ റെസ്റ്റോറൻറ്റിൻ്റെ കേസ് നോക്കുമ്പോൾ അതിൽ ഇപ്പോൾ ടോട്ടൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഇനീഷ്യലി വന്നത് 25 ലക്ഷമാണ് നമ്മളിവിടെ കാണിക്കുന്നത്. അപ്പോൾ അതിൽ റിനോവേഷൻ 1 lakh, പിന്നെ പെയിൻറ്റിങ് 1.5 ലക്ഷം, പിന്നെ ഇലക്ട്രിക്കൽ 2 lakh, പിന്നെ പ്ലംബിങ്, അതേപോലെ പ്ലാൻസ്, പിന്നെ പെയിൻറ്റിങ്, ഡോറ്, ഗ്ലാസ്, പിന്നെ വേസ്റ്റ് റിമൂവൽ, ലൈറ്റിങ്, റെൻ്റലൊക്കെ അടക്കമാണ് 25 lakh വരുന്നത്. അതായത് നമ്മൾ ഒരു ബിസിനസ്സിൻ്റെ തുടങ്ങുന്നതിന് മുന്നേ വൺ ടൈം ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റൊക്കെ ഇതിൽ ആഡ് ചെയ്യാവുന്നതാണ്. പിന്നെ അടുത്തതിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് അതിൻ്റെ ബ്രേക്ക് ഈവൻ ആണ് കണ്ടെത്തേണ്ടത്. അപ്പോൾ അതിന് മുന്നായിട്ട് ഈ സ്റ്റാഫിങ്, സാലറി പ്ലാൻ നമ്മൾ ഫോർകാസ്റ്റ് ചെയ്യേണ്ടതുണ്ട്. ഇപ്പോൾ 1 ഇയർക്കാണെങ്കിൽ എത്ര സ്റ്റാഫ് വേണം, ഒരു മാനേജർ വേണം, അതേപോലെ അക്കൗണ്ട്സിന് ഒരാൾ, പിന്നെ ലീഗൽ സർവീസ് ഒരു 2000 പെർ മന്താണ് ഇവിടെ മാറ്റി വെച്ചത്. പിന്നെ ബേക്കർ 20,000 സാലറി, പിന്നെ 4 ഷെഫിന് 20,000 പെർ ഹെഡ് വെച്ചിട്ട് 80,000, പിന്നെ ഒരു ഡിഷ് വാഷർ, പിന്നെ ക്ലീനിങ്. മൊത്തത്തിൽ 2 lakh ആണ് മന്ത്ലി ഈ ബിസിനസ്സിൽ നമ്മുടെ സാലറിക്കായിട്ട് അലോക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതായത് ഒരു ബിസിനസ്സിൻ്റെ അൾട്ടിമേറ്റ് കോമ്പണൻ്റ് എന്ന് പറയുന്നത് സ്റ്റാഫ്സ് തന്നെയാണ്. അപ്പോൾ അതിൻ്റെ സാലറിയാണിത്. അപ്പോൾ ഇത് മന്ത്ലി റിക്കറിങ് ആയിട്ടാണ് സാലറി വരിക. അപ്പോൾ അത് സാലറി നമുക്ക് ഈ ഇതിലോട്ട് ആഡ് ചെയ്യേണ്ടതുണ്ട്. ഇയർലി ഫൈനാൻഷ്യൽ അനാലിസിസിലോട്ട്. ഇനിയോടെ നമുക്ക് നോക്കുന്നത് ഇതിൽ ഈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അനാലിസിസിൽ 3 കോമ്പണൻസ് ആണ് വരിക. ഒന്ന്, ഇത് നമ്മുടെ റിട്ടേൺ ബേസ്ഡ് ആണ് പ്യുവർലി, അതായത് എത്ര കസ്റ്റമേഴ്സ് ഉണ്ടാവുന്നൊക്കെ. അതേപോലെ ഇത് നമ്മുടെ എക്സ്പെൻസസ് ആണ്, ഒരു മന്തിൽ വരാവുന്ന മാക്സിമം എക്സ്പെൻസസ് ഇവിടെ നോട്ട് ഡൗൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതായത് എല്ലാ മാസവും ഈ എക്സ്പെൻസസ് റിപ്പീറ്റായിട്ട് ഇങ്ങനെ വരും. റെൻറ്റ് മന്ത്ലി ഫിക്സഡ് ആണ്, പിന്നെ ടാക്സസ് അത് ഫിക്സഡ് ആവും, പിന്നെ സാലറി നേരത്തെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത 2 lakh, പിന്നെ റോ മെറ്റീരിയൽസ്, അതായത് റെസ്റ്റോറൻറ്റിന് ആവശ്യമായിട്ടുള്ള എല്ലാ രീതിയിലുള്ള ഫുഡിനുള്ള റോ മെറ്റീരിയൽസ്, ഇതൊക്കെയാണ് ഇതിൽ ആഡ് ചെയ്തത്. പിന്നെ അഡ്വർടൈസിങ്
വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഘടകമാണ്. നോർമലി അത് 2% ആണ്. അപ്പോൾ ഇത് ഒരു 2% വളരെ കുറവാണെന്ന് തോന്നിയതുകൊണ്ട് ഒരു 5% ഇവിടെ ഞാൻ കൊടുത്തത്. പിന്നെ ഈ ട്രാൻസ്പോർട്ട്, ഇപ്പം ഈ ഫ്യൂവൽ, പെട്രോള്, ഡീസൽ അത്തരത്തിലുള്ള എക്സ്പെൻസസ് ഒരു 15,000 ആഡ് ചെയ്തു. പിന്നെ ഓഫീസ് സപ്ലൈസ്, ഓഫീസ് ടേബിൾ, കമ്പ്യൂട്ടർ, അത്തരത്തിലുള്ള എക്സ്പെൻസസ്. പിന്നെ ക്യാഷ് രജിസ്റ്റർ, അതേപോലെ വേസ്റ്റ് റിമൂവൽ, പിന്നെ ഈ ഫുഡ് ഡെലിവറി ഒക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ പാക്കേജിങ്ങൊക്കെ ആയിട്ട് ഒരു എമൗണ്ട്. അപ്പോൾ ഇത് മന്ത്ലി ഇത് റിക്കറിങ് ആയി വരുന്ന ഒരു എക്സ്പെൻസാണ്. നമ്മളിവിടെ 1 year ആണ് പീരീഡ് കൊടുത്തത്, 12 months. ഇപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഈ ടോട്ടൽ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ മന്ത്ലി നമുക്ക് എക്സ്പെൻസ് വരുന്നത് അറൗണ്ട് 4 lakh ആണ്, 3,91,000. ഇനി നമുക്ക് റിട്ടേൺ കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ നമ്പർ ഓഫ് വിസിറ്റേഴ്സ് പെർ ഡേ ഇവിടെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് 75 ആവറേജാണിത്. അതായത് ഇതിനെക്കാട്ടിലും കൂടുതലും വരാം, കുറവും വരാം. അപ്പോൾ 75 ആൾ വന്നാൽ എത്ര ആണ് നമ്മുടെ ബ്രേക്ക് ഈവൻ പോയിൻ്റ് എന്ന് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ ആവറേജ് ചെക്ക് എന്ന് പറയുന്നത് ഒരാൾ എത്ര രൂപക്കുള്ള ഫുഡ് കഴിക്കും ആ റെസ്റ്റോറൻറ്റിൽ നിന്നാണ്. 200 രൂപയാണ് ആവറേജ് ചെക്ക്. അതൊരു ആവറേജ് നമ്പറാണെന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ റവന്യൂ ഫ്രം റെസ്റ്റോറൻറ്റ് പെർ ഡേ, അതായത് 75 ആൾ 200 രൂപക്ക് ഫുഡ് കഴിക്കുകയാണെങ്കിൽ ആ റെസ്റ്റോറൻറ്റിൻ്റെ റവന്യൂ എന്ന് പറയുന്നത് 15,000 ആണ്. നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ നമ്പർ ഓഫ് വിസിറ്റേഴ്സ് പെർ മന്ത്, പെർ ഡേ 75 ആണെങ്കിൽ പെർ മന്ത് 2,250 വിസിറ്റേഴ്സാണ് ഉണ്ടാവുക. അപ്പോൾ അതിൻ്റെ ടോട്ടൽ റവന്യൂ എന്ന് പറയുന്നത് 75 × 2,250 ആണ്. അതായത് 4.5 ലക്ഷമാണ് ഒരു മാസത്തെ ആവറേജ് ടോട്ടൽ റവന്യൂ എന്ന് പറയുന്നത്. ഇനി നമുക്ക് നെറ്റ് പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ ഇങ്ങോട്ട് വരികയാണെങ്കിൽ നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ടോട്ടൽ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ, അതായത് ടോട്ടൽ റവന്യൂ മൈനസ് ടോട്ടൽ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ, അതായത് നമ്മുടെ റവന്യൂ മൈനസ് എക്സ്പെൻസസ്. 59,000 ആണ് ഒരു മന്തിലെ നമ്മുടെ നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്, അറൗണ്ട് 60,000. ഇനി ബ്രേക്ക് ഈവൻ ആണ് നമുക്ക് അനലൈസ് ചെയ്യേണ്ടത്. അപ്പോൾ ബ്രേക്ക് ഈവൻ പോയിൻറ്റിലോട്ട് നോക്കുകയാണെങ്കിൽ നമ്മുടെ പ്രോഫിറ്റ് 59,000 ഉണ്ട്, ബട്ട് 25 ലക്ഷം ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് അവിടെ കിടക്കുകയാണ്, 1 time ഇൻവെസ്റ്റ്മെൻറ്റ്. അപ്പോൾ അതിന് അക്യുമുലേറ്റ് ചെയ്ത് നോക്കുമ്പോൾ നമ്മുടെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് ഇപ്പോഴും പ്രോഫിറ്റല്ല, ലോസാണ്. അതായത് 24 lakh സ്റ്റിൽ വി നീഡ് ടു റിക്കവർ. അതാണ് ആ 24 lakh എപ്പോഴാണോ റിക്കവർ ചെയ്യുന്നത് അതിന് ശേഷമാണ് നമുക്ക് പ്രോഫിറ്റ് ജനറേറ്റ് ആവുകയുള്ളൂ. അപ്പോൾ അതെപ്പോഴാണ് റിക്കവർ ആവുക, അതായത് ബ്രേക്ക് ഈവൻ പോയിൻ്റ് എന്ന് പറയുന്നത് ആ എമൗണ്ട് റിക്കവർ ചെയ്യുന്ന ആ ഒരു ടൈമാണ്. അപ്പോൾ 25 lakh ഈ പ്രോഫിറ്റ് കുറച്ചാൽ 24 lakh 41,000 ആണ് നമ്മുടെ പിന്നെ ബാക്കിയുള്ള എമൗണ്ട്. അങ്ങനെ 1 year എൻഡിലെത്തുമ്പോൾ നമുക്ക് 17 lakh സ്റ്റിൽ ഇൻ ലോസ് ആണ്. ബ്രേക്ക് ഈവൻ ഫസ്റ്റ് ഇയറിൽ ടച്ച് ചെയ്തില്ല. പിന്നെ ഇയർ 2ലും സെക്കൻഡ് ഇയർ അവസാനത്തിലും നമ്മൾ 10 lakh ഇനിയും റിക്കവർ ചെയ്യാനുണ്ട്. പിന്നെ തേർഡ് ഇയർ 3-ാമത്തെ വർഷത്തിൽ തേർഡ് ഇയറിൽ പോലും നമ്മുടെ ബ്രേക്ക് ഈവൻ പോയിൻ്റ് എത്തുന്നില്ല. 4th ഇയറിലാണ് നമ്മുടെ ബ്രേക്ക് ഈവൻ സംഭവിക്കുന്നത്. 4th ഇയറിൽ 7th മാസം, അതായത് 4.5 വർഷം കൊണ്ടാണ് പെർ ഡേ 25 കസ്റ്റമേഴ്സ് ഉണ്ടെങ്കിൽ ഈ ഒരു പോയിൻ്റ് നമുക്ക് ബ്രേക്ക് ചെയ്യാൻ പറ്റുന്നത്. ഇനിയൊരു വേറൊരു ഈ 75 കസ്റ്റമേഴ്സ് ആവറേജ് എന്നുള്ളത് ഒരു 5 ആളെ കുറച്ചിട്ട് 70 ആക്കി നോക്കാം. നമുക്ക് 70 ആകുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്, ഈ 4-ാമത്തെ വർഷത്തിൽ പോലും ബ്രേക്ക് ഈവൻ സംഭവിക്കുന്നില്ല. അതായത് 5 വർഷത്തിൽ മേലെ വേണം ബ്രേക്ക് ഈവൻ പോയിന്റിലെത്താൻ. അതുപോലെ 80 ഇപ്പോൾ 80 ആൾ വരെ ഒരു ദിവസം വരും എന്ന് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ അത് 3.5 വർഷം കൊണ്ട് ബ്രേക്ക് ഈവൻ പോയിൻ്റ് നമുക്ക് ബ്രേക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാണ് ഈ ഒരു മെത്തേഡ് എന്ന് പറയുന്നത്.
അപ്പോൾ സിമ്പിളാണിത്, അധികം പണിയൊന്നുമില്ല. ഞാനിതിൻ്റെ ഷീറ്റ് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, അപ്പോൾ എല്ലാവരും കയറി ഒന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ ഈ നമ്പർ ഓഫ് വിസിറ്റേഴ്സ് പെർ ഡേ എന്നുള്ളത് ഒരു റിയലിസ്റ്റിക് നമ്പറാണോ? അപ്പോൾ അത് കുറേ കൂടുതൽ കൊടുത്താൽ നമ്മുടെ ബ്രേക്ക് ഈവൻ കുറയും. അപ്പോൾ ഒരു റിയലിസ്റ്റിക് നമ്പർ ആയാൽ അത്രയും ബെറ്ററാണ്. അതായത് നമുക്ക് ബ്രേക്ക് ഈവൻ ആക്യുറേറ്റ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്തരത്തിലുള്ള റൂൾസൊക്കെ ഒരു ബിസിനസ് തുടങ്ങാൻ പ്ലാൻ ഉണ്ടെങ്കിൽ അതിന് മുന്നേ ട്രൈ ചെയ്ത് നോക്കുക. ഇത്തരത്തിലുള്ള കുറേ അനാലിസിസ് ടൂളുകൾ ഉണ്ടാവും. ഞാനിതിനെക്കുറിച്ച് മനസ്സിലാക്കിയപ്പോഴാണ് ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എനിക്ക് എത്രത്തോളമാണെന്ന് മനസ്സിലായത്. അതായത് ബിസിനസ് തുടങ്ങുന്നതിന് മുന്നേ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഈ ബിസിനസ് സക്സസ് ആണോ, ഫ്യൂച്ചർ ഉണ്ടോ, അത് തുടങ്ങിയിട്ട് കാര്യമുണ്ടോ, അത് തുടങ്ങുന്നതിന് മുന്നേ തന്നെ ക്ലോസ് ചെയ്യണോ എന്നൊക്കെ. അപ്പോൾ അവരെ ഇൻവെസ്റ്റ്മെൻറ്റാണ് നമ്മളവിടെ സേവ് ചെയ്യുന്നത്. ഇൻവെസ്റ്റ്മെൻറ്റ്, സമയം, അതൊക്കെ സേവ് ചെയ്യാൻ പറ്റും. അപ്പോൾ വളരെ ഹെൽപ്ഫുള്ളായിട്ടുള്ളൊരു ടൂളാണിത്. അപ്പോൾ ഈ ഒരു മെത്തേഡ് എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. അപ്പോൾ ഒരു ബിസിനസ്സിൽ നമ്മൾ കുറേ ടൈമും പൈസയൊക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ട് അത് ക്ലോസ് ചെയ്യുന്നതിനേക്കാളും എത്ര ബെറ്ററാണ് ഇത്. നമ്മൾക്ക് ബ്രേക്ക് ഈവൻ ക്രോസ് ചെയ്യാൻ എത്ര സമയമെടുക്കും, അത് പ്രോഫിറ്റിലാവുമോ, അതായത് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ ബിസിനസ് ക്ലോസ് ചെയ്യണമെന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റും. അതായത് നമ്മൾ കുറേ ഇൻവെസ്റ്റ്മെൻറ്റും സമയമൊക്കെ സേവ് ചെയ്യാൻ പറ്റാവുന്ന ഒരു ടൂളാണിത്. വളരെ സിമ്പിളാണ്. അപ്പോൾ ഇതൊന്ന് ചെയ്ത് നോക്കിയാൽ നമുക്കൊരു ഐഡിയ കിട്ടും നമ്മുടെ ബിസിനസ് എത്രത്തോളം റണ്ണാവും, എത്രത്തോളം സക്സസ് റേറ്റ് ഉണ്ട് എന്നൊക്കെ. വേറെ കുറേ ടൂൾസ് ഉണ്ട്, അതിലൊരു കൈൻഡ് ഓഫ് മെത്തേഡാണിത്. എല്ലാവരും ട്രൈ ചെയ്യാവുന്നതാണ്. ഓക്കെ, ബൈ, താങ്ക് യു.